എല്ലാരും ഒന്ന് വന്നേ. എല്ലാവരും വിളിക്കണം കേട്ടോ. ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാം. ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇവരെന്താണ് കാണിക്കുന്നത് സർ? പ്രതിപക്ഷ MLA-മാരോടുള്ള നയം എന്താണ്? പ്രതിപക്ഷ MLA-മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്? ഭരണപക്ഷ MLA-മാർക്ക് കൊടുക്കുന്നതിന്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ MLA-മാർക്ക് നൽകിയിട്ടില്ല. അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എണ്ണി പറയാൻ സാധിക്കും. കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത്? ഈ പദ്ധതികളെല്ലാം UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സർ? എന്താ ഉറക്കം വരുന്നു. നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? 8 വർഷക്കാലം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു, 4 വർഷം കഴിഞ്ഞു, ഇല്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഇന്നതാ അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക. അടുത്ത ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും. ഇവൻ നമ്മ വിചാരിച്ച പോലെ അല്ല കേട്ടാ, ആള് മിടുക്കനാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴും സ്റ്റണ്ടുമായി വരും. എന്താ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? ഇവരിത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.